കൂട്ടുകാരെ, ഇന്ന് മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിനകത്തെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാവുന്ന ഒരു സൂപ്പർ ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ്. നിൽക്കുന്ന നിപ്പിൽ നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. വളരെ സിമ്പിളായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസും കൊണ്ട് അതാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് എപ്പോഴും ആരോഗ്യം. വീട്ടിൽ തന്നെ ഭക്ഷണം ശരിയാക്കണം. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഞാൻ ഒരു ചൈനീസ് വോക്ക് വെച്ചു. അതല്ലെങ്കിൽ ബേസ് കട്ടിയുള്ളൊരു പാൻ വെച്ച് കൊടുത്താൽ മതി. അതിലേക്ക് ബട്ടർ, ഇനി അതല്ലെങ്കിൽ നിങ്ങൾ മിനറൽ ഓയിൽ ഒഴിച്ചു കൊടുത്താലും മതി. ഇത് ഒന്ന് ഉരുകട്ടെ. നമ്മൾ ഒത്തിരി നേരം ഇങ്ങനെ ബട്ടർ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അതങ്ങ് കരിഞ്ഞു പോവും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ കൂടെ വെളുത്തുള്ളി ഇട്ടു. ഇച്ചിരി നന്നായിട്ട് റോസ്റ്റ് ചെയ്താൽ നമുക്ക് ബേൺഡ് ഗാർലിക്, അതൊരു സ്പെഷ്യൽ ഫ്ലേവർ വരും. അതല്ല എങ്കിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ആയാൽ മതി. ഇതിന് പഴയ ചോറ് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ് ബസ്മതി റൈസ്. ഇനി പുതിയതായിട്ടാണ് നമ്മൾ ചോറ് വെക്കുന്നതെങ്കിൽ അതൊരു 3/4 ഭാഗമേ വേവിക്കാവൂ, അതല്ലെങ്കിൽ കുഴഞ്ഞു പോകും. വെളുത്തുള്ളി സ്പെഷ്യൽ ഫ്ലേവർ കൊടുക്കുന്നത് കൊണ്ട് ഒരു കുറച്ച് കൂടുതൽ ഇട്ടാലും നല്ലതാണ്. ഇങ്ങനെ ചെറുതായിട്ട് ബ്രൗൺ കളർ ആകാൻ തുടങ്ങുമ്പോൾ വേണം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ ഒരു നല്ല മണവും വരും. ഉള്ളി ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ആ സമയത്ത് നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. മുട്ടയുടെ അളവൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചേർക്കാം. ഈ സമയത്ത് ഒരല്പം ഉപ്പിടാം, കുരുമുളക് ഇടാം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് ക്യാരറ്റ് ഇടണം, പിന്നീട് ക്യാബേജ് ഇട്ടു, പിന്നീട് ക്യാപ്സിക്കം ഇട്ടു. ഇതെങ്ങനെ അരിഞ്ഞാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അരിയാം. പിന്നെ ഒരുപാടങ്ങ് വലുതായി പോകണ്ടെന്ന് മാത്രം. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വഴലട്ടെ. ഒരുപാട് വെന്തൊന്നും പോകേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ പെട്ടെന്നത് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് പോകണ്ട. ഇനി ഇതിലേക്ക് ഞാൻ ഇടുന്നത് ചിക്കൻ പീസസ് ആണ്. ഇത് ചിക്കൻ 65 ആണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിർബന്ധമില്ല, ഇല്ല എങ്കിൽ ഒരു കുഴപ്പമില്ല, നമ്മൾ മുട്ട ചേർത്തിട്ടുണ്ടല്ലോ. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ചേർക്കാം. അപ്പോൾ ഇനിയും ഈ ചിക്കൻ 65 തന്നെ വേണമെന്നില്ല. എന്തെങ്കിലും ചിക്കൻ കറിയോ അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്തതോ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതിൽ നിന്ന് കുറച്ച് പീസ് ഇങ്ങനെ പിച്ച് കീറിയെടുത്ത് അങ്ങിട്ടാലും മതി. ചിക്കൻ 65 തയ്യാറാക്കാനും വളരെ ഈസിയാണ്. ഒരു അരമണിക്കൂർ നേരത്തെ പരിപാടിയേ ഉള്ളൂ. പിന്നെ ഒരു 2 മണിക്കൂർ അതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണമെന്ന് മാത്രം. ചിക്കനും ഇതുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ചേർന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിനിയും റൈസ് ചേർക്കാം. ഈ റൈസ് ഞാനിപ്പോൾ കുക്ക് ചെയ്തതാണ്, അതുകൊണ്ട് തന്നെ അത് ശരിക്കും കുക്ക് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാമല്ലോ. ഏറ്റവും നല്ലത് തലേദിവസത്തെ ചോറ് തന്നെയാണ്. അപ്പോൾ തണുപ്പാണെങ്കിൽ ഒന്നിനോടൊന്ന് പിടിക്കാതെ ഇരിക്കും. അതല്ല എങ്കിൽ ഇങ്ങനെ ഫ്രഷായിട്ട് വെക്കുന്നതാണെങ്കിൽ അധികം വേവിക്കാതെ ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം ഒറിഗാനോ എന്ന് പറയുന്നത് പനിക്കൂർക്കയാണ് കേട്ടോ. അതിലേക്ക് പിന്നെ നമ്മൾ ഒഴിക്കുന്നത് സോയി സോസാണ്. പിന്നെ ഞാൻ ഇതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഞാൻ തന്നെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചില്ലി പേസ്റ്റാണ്. ഇത് ഒരു 1.5 സ്പൈസും അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൊടുക്കുന്നതാണിത്. അപ്പോൾ അതും കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത് കാശ്മീരി ആയതുകൊണ്ടാണ് ഇത്രയും നല്ല കളറുള്ളത്. നമ്മുടെ റൈസിന് നല്ലൊരു കളർ കിട്ടും. ഇതെന്നിട്ട് മിക്സ് ചെയ്ത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയായി. ചില്ലി പേസ്റ്റിൻ്റെ റെസിപ്പി അത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് പിന്നീട് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് റെഡിയാണ്. മുട്ടയുണ്ട്, വെജിറ്റബിളുണ്ട്, അതുപോലെ തന്നെ ചിക്കനും ഉണ്ട്. അപ്പോൾ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ല റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ ആം സൈനിങ് ഓഫ്. സ്റ്റേ സേഫ്.